ഹലോ ഗ്രീമീഡിയസിലേക്ക് സ്വാഗതം. ഏതാനും മണിക്കൂറുകൾ കൂടെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ റിലീസ് ചെയ്യാനുള്ളത്. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് കേരളത്തിൽ മുഴുവൻ റെഡ് അലേർട്ട് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ബുക്ക് മൈ ഷോയിലെ കുറച്ച് സ്ക്രീനും കാര്യങ്ങളും ഇവിടെ ഒന്ന് പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്. നല്ല ലെവലിലുള്ള ബുക്കിംഗ്. തുടർച്ചയായി പല സിനിമകൾ പരാജയപ്പെട്ടിട്ടും ഇപ്പോഴും നിവിൻ പോളിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം, അത് നമ്മൾ കഴിഞ്ഞ ഒരു സിനിമയിൽ ഏതാനും മിനിറ്റുകൾ മാത്രം ഒരു സിനിമയിൽ വന്ന് ആ സിനിമ വിജയിപ്പിച്ചെടുത്ത നിവിൻ പോളിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങൾ നൽകുന്ന സപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് 31.5 കോടിയോളമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വമ്പൻ ബഡ്ജറ്റിൽ തന്നെയാണ് സിനിമ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഇനി പ്രിവ്യൂവിൻ്റെ കാര്യവും പ്രിവ്യൂ റിപ്പോർട്ടുകളും അതിനെക്കുറിച്ചാണ് ഒന്ന് സംസാരിക്കാനുള്ളത്. സിനിമയ്ക്കെങ്ങും പ്രിവ്യൂ ഷോകൾ നടന്നിട്ടില്ല. സമീപകാലത്ത് ഒട്ടുമിക്ക സിനിമകളുടെയും പ്രിവ്യൂ ഷോകൾ നടക്കുന്നില്ല. പക്ഷേ അണിയറയിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വിശ്വസനീയമായ അവിടെ അതിൽ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന ആളുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ അവർ നല്ല കോൺഫിഡൻ്റ് ആണ്. വലിയ രീതിയിൽ ഉള്ള ഒരു സക്സസ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും അതിൻ്റെ റിസൾട്ട് വലിയ രീതിയിൽ നല്ല മികച്ച രീതിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ടീമിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക നമുക്കറിയാവുന്ന ആളുകളും പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ എക്സ്പെക്റ്റേഷൻ എന്തോ ആ രീതിയിൽ തന്നെ സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആദ്യ അഭിപ്രായം അറിയാനായിട്ട് ഉച്ചയ്ക്ക് 12:30 വരെ കാത്തിരിക്കണം. പ്രിവ്യൂ റിപ്പോർട്ടുകൾ നമുക്ക് ഇതാണ് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു സക്സസ് ആകട്ടെ എന്ന് തന്നെ പറയുന്നു. എന്തായാലും നിവിൻ പോളിയുടെ മികച്ച രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം സിനിമയ്ക്ക് ഏറ്റവും പോസിറ്റീവായി നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, അതിൻ്റെ ടീസർ തന്നെയാണ്. ടീസർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ മനസ്സിൽ കണ്ട ഒരു ചിത്രമുണ്ട്, അതൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് തന്നെയാണ് ടീസർ പുറത്തു വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇത് ചിരിക്കുക മാത്രമല്ല ചിന്തിക്കുകയും ഒരു വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുപോവുകയും ഒപ്പം ദൃശ്യവിസ്മയവും കൂടെ തീർത്ത് തന്നെയായിരിക്കും പോകുന്നത് എന്ന് ഉറപ്പിക്കാം. എന്തായാലും നിവിൻ പോളിയുടെ അടുത്ത 100 കോടി ആവട്ടെ. കട്ടയ്ക്ക് നമ്മൾ കൂടെയുണ്ട്, നമ്മളുടെ കൂടെ ഉണ്ടാവണം എന്ന് ഓരോരുത്തരോടും പറയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.